ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൻ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റിലുള്ള ഒരു രസമാണ്. ഈ രസം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്നതാണ്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. രസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ഏത് പാത്രത്തിലാണോ രസം വെക്കുന്നത് ആ പാത്രത്തിലേക്ക് 3 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രസം എത്ര അളവിൽ നമ്മൾക്ക് വേണോ ആ അളവിലുള്ള വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞ് വരുന്നിടം വരെ ഇത് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തക്കാളിയിലെ തൊലിയൊക്കെ മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. കോരി മാറ്റിയ തക്കാളിയെല്ലാം തവികൊണ്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ തവികൊണ്ട് ഉടച്ചു കൊടുക്കുമ്പോൾ തൊലിയെല്ലാം തക്കാളിയിൽ നിന്ന് നടന്നു വരും. ഇത് നമുക്ക് എടുത്തു മാറ്റിയാൽ മതി. തൊലിയെല്ലാം മാറ്റി ഉടച്ചെടുത്ത തക്കാളി തിരിച്ച് അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിക്കും പുളിയുള്ളതുകൊണ്ട് കുറച്ച് വാളൻപുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 10 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയതും കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഈ രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട്. തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. താളിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1 പിഞ്ച് ഉലുവായും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ 2-3 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങൾ ഈ രീതിയിൽ രസം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ചേർത്ത് കൊടുത്ത ശേഷം തവി കൊണ്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി രസം തിളയ്ക്കണമെന്നില്ല. മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കുരുമുളകും വെളുത്തുള്ളിയും തക്കാളിയും മല്ലിയിലയുടെയും എല്ലാം ഫ്ലേവറുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള രസമാണ് ഇത്. ഇതുപോലെ ഒരു രസം ഉണ്ടാക്കിയാൽ പിന്നെ ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല.
കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.